ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നമ്മുടെയൊക്കെ നാടൻ പലഹാരമായ ചക്ക കൊണ്ടുണ്ടാക്കുന്ന വഴണിയിലയപ്പം അല്ലെങ്കിൽ കുമ്പിളപ്പമാണ്. അടുത്ത് വെച്ചിരിക്കുന്ന ഈ ചക്കച്ചുളയെല്ലാം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ അരച്ചെടുക്കാം. ഈ പരുവത്തിലാണ് ഞാൻ അരച്ചെടുത്തത്. നല്ലപോലെ പേസ്റ്റ് പരുവത്തിൽ ഞാൻ അരച്ചെടുത്തിട്ടില്ല കേട്ടോ, ഒന്ന് കടിക്കുന്ന പരുവത്തിൽ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചക്കയെല്ലാം നല്ലപോലെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി ശർക്കര പാവ് കാച്ചിയെടുക്കാം. ശർക്കര ഇങ്ങനെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് 1 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് ഞാൻ പാവ് കാച്ചാൻ പോവാണേ. ശർക്കര പാവ് കാച്ചി വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ജീരകം, ചുക്ക്, ഏലക്ക ഇത് 3ഉം കൂടെ പൊടിച്ചെടുക്കാവേ. ചുക്കും ഏലക്കയും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാനൊന്ന് അരിച്ചെടുക്കട്ടെ. ഏലക്ക, ചുക്ക്, ജീരകം എല്ലാം കൂടെ പൊടിച്ച് വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിലോട്ട്. നമുക്കിനി ഓരോന്ന് സ്റ്റെപ്പായിട്ട് ചെയ്യാം. ചക്ക അരച്ച് വെച്ചതിനകത്തോട്ട് ഞാനിപ്പം 1/2 കിലോ അരിപ്പൊടിയാണ് ചേർത്തേക്കുന്നത്. 1/2 കിലോ വറുത്ത അരിപ്പൊടിയാണ് ചേർത്തേക്കുന്നത്. അതിനുശേഷം 1/4 സ്പൂൺ നമുക്ക് ഉപ്പ്, ഒരു വലിയ തേങ്ങയുടെ അരമുറിയാണ് അതുകൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങയും ചേർത്ത് കൊടുത്ത് നമ്മുടെ ശർക്കരപ്പാനിയില്ലേ, ശർക്കരപ്പാനിയും കൂടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണേ. അതിനുശേഷം നമ്മുടെ ഏലക്ക, ചുക്ക്, ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നല്ലതായിട്ട് ഇളക്കി കൊടുക്കണേ. ഇപ്പം നല്ല മണം വരുന്നുണ്ട് കേട്ടോ. എല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വിളപ്പം ഉണ്ടാക്കാനുള്ള ഇലയെല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കട്ടെ. അതുവരെ ഇവിടെ ഇത് റെസ്റ്റ് ചെയ്യട്ടെ. വഴണിയിലെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുമ്പിളപ്പം ഉണ്ടാക്കി തുടങ്ങാം. ഞാനൊരു വഴണിയില എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ മടക്കിയിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്നിട്ടല്ലേ ഇതിൻ്റെ ഈ തുമ്പ് തന്നെ ഇല്ലേ അകത്തോട്ട് കയറ്റി വെച്ചാൽ മതിയേ. അല്ല കൊണ്ടാക്കി നമുക്ക് ഓരോന്നോരോന്നായിട്ട് വെക്കാം. കണ്ടോ, ഇതുപോലാണ് നമ്മുടെ കുമ്പിളെല്ലാം മടക്കുന്നത്. വലിയൊരു ഇലയാണേ. ഇത് കുറേ ഏറെ കൊള്ളുമല്ലോ. അകത്തോട്ടങ്ങ് കയറ്റി വെച്ചാൽ മതി. കണ്ട, പച്ചയിറക്കലി ഒന്നും വേണ്ട. അതിൻ്റെ ആ ഞെടുപ്പ് തന്നെ ഉള്ളിലോട്ട് കയറ്റി വെച്ചാൽ മതി. കണ്ടോ, അപ്പം എല്ലാവർക്കും കുമ്പിളല മടക്കുന്ന രീതി മനസ്സിലായല്ലോ അല്ലേ? അപ്പം കുമ്പിളെല്ലാം കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. വഴണിയിലയിൽ കുമ്പിളെല്ലാം കുത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇഡലിക്കുട്ടകം വെച്ച് അതിനകത്ത് വെള്ളം തിളച്ചിട്ട് ഓരോന്നായിട്ട് എടുത്ത് വെക്കാം. ഇഡലിക്കുട്ടകം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് വെള്ളം നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ആവി കയറാൻ വേണ്ടിയുള്ളൊരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. കുമ്പിള എല്ലാം റെഡി ആയിട്ടിരിക്കുവാണ്. ഇതിനി ഓരോന്നോരോന്നായിട്ട് ഈ തട്ടിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ അടപ്പിട്ട് അടച്ചു വെച്ചേക്കാവേ. ഒരു 20 മിനിറ്റിന് ശേഷം തുറന്നു നോക്കാവേ. നമ്മുടെ കുമ്പിളപ്പം എവിടം വരെ ആയെന്നൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് ആയി. അടിപൊളി, എല്ലാം വെന്തിട്ടുണ്ട് കേട്ടോ. എല്ലാം വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റട്ടെ.
നല്ലയുടെ. അപ്പം ചക്കയപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എനിക്ക് ലൈക്ക് അടിക്കണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് പറയണം. അപ്പോൾ നമുക്ക് പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും നാളെ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.